നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യ പ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ അഹിംസ എന്നുള്ള ആ തത്വത്തെക്കുറിച്ച്, അഹിംസ പരമോ ധർമ്മ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ധർമ്മഹിംസ തഥൈവച എന്ന ഈ ശ്ലോകത്തിലെ രണ്ടാമത്തെ പാർട്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ധർമ്മഹിംസ, ധർമ്മത്തിനായി ഹിംസ ചെയ്യുന്നത് അതും ശരി തന്നെ, അതും ധർമ്മമാണ്. ഇപ്പൊ ലാലാജി മഹാരാജിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ഉണ്ട്. അവസാനത്തെ പാസേജ് നമുക്കൊന്നുകൂടി വായിക്കാം. The technique of developing softness is to create extreme humility in temperament so that it is filled with such a sentiment of love as to have no inclination to cause any hurt to anyone's heart. And the words are also such as not to hurt anyone's heart in the least. ഓരോ വേർഡും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. എക്സ്ട്രീം സോഫ്റ്റ്നെസ്, എക്സ്ട്രീം ഹ്യൂമിലിറ്റി, പരിപൂർണമായിട്ടുള്ള വിനയം. പരിപൂർണമായിട്ടുള്ള വിനയം എന്ന് പറയുമ്പോൾ പരിപൂർണമായിട്ടുള്ള ഒരു കാത്തിരിപ്പ് എന്ന അർത്ഥത്തിൽ വരും. ഞാൻ എൻ്റെ ലോവർ തലത്തിലുള്ള ഒരു ഇമ്പൾസ് കൊണ്ടും ആക്ടിവേറ്റ് ചെയ്യപ്പെടില്ല. എനിക്ക് ഇവിടെ നിന്നും ഫീഡ്ബാക്സ് ലഭിച്ചിട്ട് ഞാൻ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ അറിയാതെ തന്നെ ഒബ്സർവേഷൻ കടന്നു വരുന്നു, പാർഷ്യാലിറ്റി കടന്നു വരുന്നു. അത് നമ്മൾ അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ തന്നെ മുൻവിധികളുടെ മുകളിലാണ്. ഇപ്പൊ നമ്മുടെ സാധാരണ എല്ലാ തരത്തിലുള്ള പ്രോഗ്രാംസ് ഫീഡ്ബാക്സ് നമ്മൾ ചോദിക്കും, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടുവോ, ഇഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ ഒരു ബാലൻസ്, 100 പേര് പറയുകയാണെങ്കിൽ 50-50 ആണെങ്കിൽ ഒരു ബാലൻസ് ആണെന്ന് പറയാം. ഫീഡ്ബാക്കിൽ എല്ലാവരും നല്ലതാണ് എന്ന് പറയുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇപ്പോൾ രാജ്യത്തിന്റെ ഒരു തീരുമാനം എടുക്കുമ്പോൾ റെഫറൻഡം എന്ന് പറയും, പൊതുജനത്തിന്റെ തീരുമാനം. ഇപ്പൊ ഡെമോക്രസിയിൽ അങ്ങനെയാണ്, പൊതുജനം ആണ് നിശ്ചയിക്കുന്നത് ആരാണ് ഭരിക്കുന്നത് എന്ന്. പക്ഷെ അതെപ്പോഴും ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണോ, അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം കാലാകാലങ്ങളിൽ ആൾക്കാരുടെ
ഒപ്പീനിയൻ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചരിത്രത്തിലേക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ ലോകത്തിൽ എല്ലാവരും പറയുന്നത് അല്ല സാധാരണ ശരിയാവുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറയുന്നതാണ് ശരി, പക്ഷെ അവരെ കണ്ടം ചെയ്യുന്നു, പേഴ്സിക്യൂട്ട് ചെയ്യുന്നു. സോക്രട്ടീസിനെ വിഷം നൽകി കൊന്നു, ജീസസ് ക്രൈസ്റ്റിനെ കുരിശിലേറ്റി, ഭഗവാൻ ശ്രീകൃഷ്ണൻ അവസാനം വരെ ധർമ്മത്തെക്കുറിച്ചിട്ട് ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു, ആരും ശ്രദ്ധിച്ചില്ല. എല്ലാ മഹാന്മാരായിട്ട് മഹാത്മാക്കളുടെയും ജീവിതം അവരുടെ കാലത്ത് വളരെ ദുരിതം നിറഞ്ഞതായിരുന്നു. അവരാരും മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ ആ സഫറിങ്, എന്തുകൊണ്ടാണ് ഇവർക്കത് മനസ്സിലാവാത്തത് എന്നാണ് അവരുടെ സഫറിങ്. കാരണം അവർക്ക് സഫറിങ് ഇല്ല, അവർക്ക് അറിയാം അവർ ചെയ്യുന്നത് ശരിയാണ്, ആ ബോധമുണ്ട്. ആ ബോധം എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം അവരുടെ ഉള്ളിൽ ഒരു തരത്തിലും കളങ്കമില്ല, അവരുടെ ഉള്ളിൽ ഒരു തരത്തിലും ഹിംസാ ബോധമില്ല. അതാണ് ഇന്റൻഷൻ പാടില്ല. നോ ഇൻക്ലിനേഷൻ ടു കോസ് എനി ഹേർട്ട് ടു എനിവൺ ഹാർട്ട്. ഒരാൾക്ക് വേദന നൽകണം എന്നുള്ളൊരു ഇന്റൻഷൻ കൂടി ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? സ്നേഹത്തിൽ നിന്നാണ് അത് വരുന്നത്, ഹ്യൂമിലിറ്റിയിൽ നിന്നാണ് വരുന്നത്. ഹ്യൂമിലിറ്റി ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ, വേദനിപ്പിക്കണം എന്നുള്ളൊരു ഇന്റൻഷൻ ഇല്ല. അപ്പോൾ അവിടെ മാറ്റേണ്ട ആവശ്യമില്ല, തീരുമാനങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആ തീരുമാനം കറക്റ്റ് തന്നെയായിരിക്കും. അവർ തീരുമാനിക്കില്ല, മാറ്റില്ല, അവരത് തന്നെ പറയും. സോക്രട്ടീസിനോട് പറഞ്ഞു, വേണമെങ്കിൽ രാജ്യം വിട്ടുപോവാം, എനിക്ക് വധശിക്ഷ എടുത്തു കളയാം എന്ന് സോക്രട്ടീസ് പറഞ്ഞു. എന്നെ എവിടെ കൊണ്ടുപോയിട്ട് കാര്യം, ഞാൻ ഇത് തന്നെ പറയും, അതിനേക്കാളും നല്ല ഈ വിഷം തന്നു, ഞാൻ മരിച്ചോളാം എന്നാണ് പറയുന്നത്. പേടിയില്ല, കാരണം ഇതാണ് സത്യം, മാറ്റാൻ പറ്റില്ല. അപ്പോ പൊതുവായിട്ട് കിട്ടുന്ന ഫീഡ്ബാക്ക് അത് പുറത്തുനിന്നായാലും ഉള്ളിൽ നിന്നായാലും നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യും, നമ്മുടെ ഈഗോനെ ഡിപ്പെൻഡ്. നമ്മളെപ്പോഴും ഇതുവരെ ഉണ്ടായിട്ട് അനുഭവങ്ങളിൽ നിന്ന് ചൂസ് ചെയ്യുന്നു. നമ്മൾ അതേ തീരുമാനം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് വേറൊരു ചാൻസ് തരാണെങ്കിൽ ഞാൻ വേറെ തീരുമാനം എടുക്കുമായിരുന്നു എന്ന് പറയുന്നതിന് അർത്ഥമില്ല എന്നാണ് ഓഷോ രജനീഷ് പറയുന്നത്. ഓഷോ പറയുന്നത് നമ്മൾ ഒരു തെറ്റായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, അതേ വിവാഹത്തെ കുറിച്ചാണ് പറയുന്നത്, വേറൊരു ആളെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ചും നല്ല ആളെ ചൂസ് ചെയ്യായിരുന്നു എന്ന് പറയുന്ന ആൾക്കാർ ഇതേ ക്യാരക്ടറിൽ വേറെ ആളെ ചൂസ് ചെയ്യും. അവർക്ക് അതേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അവരെ ചോയ്സ് അതേ ഉള്ളൂ. അപ്പോൾ ആ തരത്തിലൊരു നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റം കൊണ്ടുവരുന്നത് നമ്മുടെ ഉള്ളിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഉള്ളിലാണ്. നമ്മൾ ഉള്ളിലേക്ക് നോക്കണം, ഇത് എൻ്റെ സ്വാർത്ഥതയാണോ അതോ സ്നേഹമാണോ അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് വെയിറ്റിംഗ്. സഹജമാർഗം ഫോക്കസ് ചെയ്യുന്നത് സെൽഫിലാണ്. ശുദ്ധീകരണം നടത്തുക, കണക്ട് ചെയ്യുക, എന്നിട്ട് അവിടെ ആക്ഷന് വേണ്ടി തയ്യാറായി നിൽക്കുക എന്ന് മാത്രമേ നമ്മൾ ചെയ്യേണ്ടത്. ബി അവൈലബിൾ. ആക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ നമ്മളിലൂടെ സംഭവിക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കായി അവിടെ എത്തും, നമ്മളവിടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ചെയ്യുമ്പോൾ അത് ഒരു തരത്തിലും ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യരുത്, നമ്മുടെ ധർമ്മമാണ്. ഒരു ഡോക്ടർ ചികിത്സിക്കുമ്പോൾ അവിടെ ഹിംസ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നാം. കട്ട് ചെയ്യുന്നു, വേറെന്തെങ്കിലും വെക്കുന്നു. അപ്പൊ അത് ഹിംസ അല്ലാതാവുന്നത് എപ്പോഴാണ്? സ്നേഹമുള്ളത് മാത്രം. ധർമ്മബോധമുള്ളപ്പോൾ അത് ഹിംസയല്ല. നേരെ മറിച്ച് അധർമ്മബോധമുള്ളപ്പോൾ ഇത് ചെയ്യുന്നത് എൻ്റെ ആവശ്യത്തിനാകുമ്പോൾ അത് ഹിംസയായിട്ട് മാറും. ആവശ്യമില്ലാത്ത കേസിൽ ഇന്റർഫിയർ ചെയ്യുക, സർജറീസ് ചെയ്യുക, ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റ്സ് നടത്തുക, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ പൈസ സമ്പാദിക്കാൻ നോക്കുക, അവിടെ അധർമ്മമാണ്. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞിട്ടല്ലേ, ചെയ്യുന്ന കാര്യം ശരിയായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇന്റൻഷൻ ശരിയല്ല. ഇന്റൻഷൻ അവിടെ ഹേർട്ട് ചെയ്യാനുള്ളതാണ്. എന്നെ തന്നെ ഞാൻ ഹേർട്ട് ചെയ്യുന്നു ആദ്യം തന്നെ, കാരണം ഞാൻ എൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള തത്വത്തിൽ നിന്നും വേർതിരിച്ചു പോകണം, വിട്ടു പോകണം. ഞാൻ ആദ്യം എന്നെ ഹേർട്ട് ചെയ്യുന്നു, എല്ലാവരെയും ഹേർട്ട് ചെയ്യുന്നു, നന്മ അവിടെ ചെയ്യുന്നില്ല. ഇപ്പൊ ഒരേ കർമ്മമായിരിക്കും ചെയ്യുന്നത്, ഒരു ഡോക്ടർ ചെയ്യുന്നത് മറ്റേ ഡോക്ടർ ചെയ്യുന്നത് ഒന്ന് തന്നെയായിരിക്കും, പക്ഷെ ഇവിടെ അത് ധർമ്മബോധത്തോട് കൂടിയിട്ട് അവിടെ ചെയ്യുന്നത് അത് അധർമ്മമായിട്ട് മാറും. അപ്പൊ നോൺ വയലൻസിന് വലിയ വലിയ തലങ്ങളുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സാധുക്കളെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ അധർമ്മ്യം ചെയ്യുന്നവരെ നിഗ്രഹിക്കാനും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നു. അപ്പൊ ഇതൊക്കെ ധർമ്മമാണ്, ഹിംസ ധർമ്മമാണ് എന്ന് പറയുന്ന പല കേസുകൾ. ഹിംസ ചെയ്യണം, ഒരിക്കലും അഹിംസ ശരിയല്ല. പക്ഷെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആര് ചെയ്യുന്നു എന്നതിലാണ്. ഈ ഹിംസ ചെയ്യുന്നവന് അവിടെ ഒരു പാർഷ്യാലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹിംസ തന്നെയാണ്. ശത്രു ബോധമുണ്ടെങ്കിൽ, പേടി കൊണ്ടാണ്. മഹാത്മാഗാന്ധിജി പറയുന്നത് ഭയം ആണ് ഇതിനെ അടിസ്ഥാനം എന്നാൽ അത് ഹിംസയായിട്ട് മാറും.
ഭയമില്ല. കാരണം ഇതിൽ നിന്നുണ്ടാവുന്ന എന്ത് തിക്താനുഭവവും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ഒളിച്ചോടില്ല. അത് ധർമ്മമായിട്ട് മാറുന്നു. അപ്പൊ ഹിംസ ആണോ അഹിംസയാണോ തീരുമാനിക്കുന്നത് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് റിവെഞ്ച് നടത്തേണ്ടത് ഞാനാണ് എന്ന് പലപ്പോഴും ഭഗവാൻ പറയുന്നതായിട്ട് പല സ്ക്രിപ്റ്റേഴ്സിനും കോട്ട് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ പറയുന്നു ഭഗവത്ഗീതയിൽ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. കണക്ട് ചെയ്യുക, ബി കണക്റ്റഡ്. നമ്മൾ ശുദ്ധീകരണം നടത്തുക, ക്ലീനിങ് ചെയ്യുക, എന്നിട്ട് സെന്റർ ചെയ്യുക, വെയിറ്റ് ചെയ്യുക. നമ്മളാണ് അത് ചെയ്യേണ്ടത്. നമ്മൾ അവിടെ ഉണ്ടാവും. നമുക്ക് ഭയമില്ലാതെ അത് നിർവഹിക്കാൻ സാധിക്കും. നമ്മൾ ഇൻസ്ട്രുമെന്റ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒന്നും ഒരു വിധത്തിലുള്ള ഫീലിംഗ് ഉണ്ടാവില്ല. അത് ചെയ്തു കഴിഞ്ഞു. അതിന്റെ ലാഭേച്ഛ കൊണ്ടല്ല ഞാൻ ചെയ്തത്, ആർക്കെങ്കിലും ഇത് കിട്ടുമെന്ന് വെച്ചിട്ടല്ല, എനിക്ക് എന്തെങ്കിലും പേര് കിട്ടുമെന്ന് വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. അത് ചെയ്യേണ്ടതായിരുന്നു, അതുകൊണ്ട് അത് ചെയ്തു, അത് കഴിഞ്ഞു. രണ്ടാമത് അവിടേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് പെർഫെക്റ്റ് ഒരു വർക്ക് നടക്കുന്നത്. അപ്പോഴേ അത് ശരിക്കും അഹിംസയിലുള്ള കർമ്മമായിട്ട് മാറുന്നു. ഇല്ലെങ്കിൽ അത് ഹിംസ തന്നെയായിട്ട് മാറും. നമ്മൾ അഹിംസ എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഇപ്പൊ ചെയ്യാതിരിക്കുമ്പോൾ അത് ഹിംസയായിട്ട് മാറും. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ നല്ല ആൾക്കാർ സംസാരിക്കാത്തതുകൊണ്ടാകുന്നതാണ്. വെൽ ഇന്റൻഷൻഡ് ആൾക്കാർ മിണ്ടുന്നില്ല. അപ്പൊ അത് ഹിംസയാണ്. അത് ചെയ്യേണ്ടതായിരുന്നു, അവർ സംസാരിക്കേണ്ടതായിരുന്നു, പ്രവർത്തിക്കേണ്ടതായിരുന്നു. പക്ഷെ പേടി കൊണ്ട്, ഭയം കൊണ്ട് അത് ചെയ്യുന്നില്ല. അത് കാരണം അവർ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട്. കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് പേടി ഉണ്ടാവില്ല. സോക്രട്ടീസിനെ പോലെ, മാസ്റ്റേഴ്സിനെ പോലെ ധൈര്യസമേതം സംസാരിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ പോലെ, നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത്, ഞാൻ തന്നെയാണ് അത് പറഞ്ഞത് എന്ന് ജീസസ് ക്രൈസ്റ്റ് ധൈര്യത്തോടെ പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? മരണമില്ല എന്നുള്ള ബോധം ഉറച്ചിട്ടുണ്ട്. ഈ ശരീരത്തിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ആ സോളിന് മരണമില്ല എന്നുള്ളത് ഉറപ്പ് വന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. വീണ്ടും വീണ്ടും വസ്ത്രങ്ങൾ മാറുന്നത് പോലെ ഈ ആത്മാവ് വസ്ത്രങ്ങൾ മാറുന്നു. പക്ഷെ അത് മനസ്സിലായിട്ടുള്ള ഒരാൾക്ക് അത് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ധർമ്മമാണ്, അത് അഹിംസയാണ്. അപ്പൊ ഈ ഒരു ബോധം നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധന ചെയ്യണം, സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ തത്വങ്ങളൊക്കെ വെറും പ്രിൻസിപ്പിൾസ് മാത്രമാണ്, ചർച്ച ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് ജഡ്ജ് ചെയ്യേണ്ടത് ഓരോരുത്തരും അവരവരുടെ ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടാണ്. അത് തീരുമാനം ഒരിക്കലും അത് പുറമേ നിന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു കണ്ടീഷനാണ്. കാരണം ഞാൻ വളരെ കണക്റ്റഡ് ആണ് എന്ന് പലർക്കും പറയാം, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാം. പക്ഷേ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. സഹജമാർഗം പോലുള്ളൊരു സ്പിരിച്വൽ പ്രാക്ടീസിൽ സാധന ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു സംശയം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ എപ്പോഴും സെൽഫ് കറക്ഷനിൽ ശ്രദ്ധിക്കുക, സെൽഫ് എവല്യൂഷനിൽ ശ്രദ്ധിക്കുക, സെൽഫ് ട്രാൻസ്ഫോർമേഷനിൽ ശ്രദ്ധിക്കുക. നമ്മൾ ബാഹ്യമായിട്ടുള്ള റിസൾട്ട്സിന് ശ്രദ്ധിക്കാതിരിക്കുക. എപ്പോഴും സെൽഫ്ലെസ് ആവുക, വിശാല ഹൃദയരാവുക, സ്നേഹഭരിതരാവുക, വാക്കിലും പ്രവൃത്തിയിലും ആ സ്നേഹം കൊണ്ടുവരിക. അപ്പൊ പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഈ തത്വങ്ങൾ ആരെയും വേദനിപ്പിക്കില്ല എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉറപ്പായിട്ട് വേണം. അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ആരെയും വേദനിപ്പിക്കാനായിരുന്നില്ല, ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ഞാനിത് ചെയ്ത് എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം അത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതേക്കുറിച്ച് എല്ലാം ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്ത സെഷൻ വരേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.